20 ഓഫർ 1 രൂപയ്ക്ക് കൊണ്ടുപോയിക്കോ. 1 ലക്ഷം രൂപയ്ക്ക് 2010 പുതിയ പേപ്പറിൽ 5 വർഷം പേപ്പറിലുള്ള വണ്ടി അല്ലേ? നമ്മൾ 1.20 ഓടിയിട്ടുണ്ട്. 4.25 ചോദ്യം ഉണ്ട്. നമുക്ക് 75,000 ഓഫർ 3,50,000 രൂപയ്ക്ക് ഒരു 7 സീറ്റ് വണ്ടി 2015 മോഡൽ. നമുക്ക് ഇത് 1 ലക്ഷം രൂപ കൊണ്ടുപോയിക്കോ. 1 ലക്ഷം രൂപയ്ക്ക്. ഇത് 10, ഇത് 12 അല്ലേ? ഇത് 1 ലക്ഷം, ഇത് 1 ലക്ഷം. 60,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി. നമ്മൾ 6 ലക്ഷം രൂപ ചോദിച്ച വണ്ടി 50,000 രൂപ ഈ മാസം ഓഫർ 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 6 ലക്ഷം രൂപയ്ക്ക് 2020 വണ്ടി. വില വന്നിട്ട് നമ്മൾ 6 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി നമുക്ക് 35,000 ഓഫർ 5,65,000 രൂപയ്ക്ക് ഏറെക്കുറെ 5.5 ലക്ഷം ലോണും കിട്ടും. 17 മോഡൽ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. 17 ഡീസലില് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ കിഡിലൻസ് ആണ് അല്ലേ? അതെ അതെ. 70,000 കിലോമീറ്റർ ഓടിയിട്ട് ഒന്നുമില്ല. 1.6 ഡീസൽ നോക്കിക്കോ. കുറെ വണ്ടികൾ കാണിച്ചു അല്ലേ? മാക്സിമം ഡിസ്കൗണ്ടിൽ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. നല്ല വെയിലുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്, അത് കൂടുതലാണോ? അപ്പൊ 50,000 രൂപ 5 ലക്ഷം രൂപ എടുത്തോണ്ട് അത് കൊള്ളാം. അതായത് 21 വണ്ടിയാണ് ഡീസലാണ് അല്ലേ? 50,000 രൂപ. നമ്മുടെ ട്രസ്റ്റ് വാല്യൂയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ സോൽബ്രോ മാക്സിമം വില കുറച്ച് ക്വാളിറ്റിയുള്ള ചെറുവണ്ടികൾ. അതെ അതെ, മാക്സിമം നമ്മൾ നല്ല വില കുറച്ചിട്ട്. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്, 2024 വെരി ഫസ്റ്റ് വീഡിയോ. 2026 ആദ്യത്തെ വീഡിയോ ജനുവരി ലാസ്റ്റിലേക്ക് ആയി പോയിന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓഫറിലൊക്കെ തരാൻ പറ്റുന്ന വണ്ടികളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ചെറുവണ്ടികൾ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും പഴയ മോഡൽ വണ്ടികളാണ്. അല്ലല്ലോ, ഒരിക്കലും അല്ല. ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള ഓൾമോസ്റ്റ് നല്ല മോഡലുള്ള ബഡ്ജറ്റ് ഫ്രീ ആയിട്ടുള്ള വണ്ടി. ഓൾമോസ്റ്റ് എല്ലാം തന്നെ 17 ശേഷമുള്ള വണ്ടികളാണ് കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് 17 ശേഷമുള്ള വണ്ടികളൊക്കെ മാക്സിമം വില കുറച്ചിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുവിധം വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഫുൾ ലോൺ കിട്ടും. അതാണ് ഹൈലൈറ്റ് അല്ലേ? അപ്പോൾ നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരം കളണ്ട. സോൽബിന്റെ നമ്പറൊക്കെ വെച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ അതുപോലെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടധികം ആൾക്കാരിലേക്ക് എത്തട്ടെ. പലരും അറിയുന്നില്ല. നിങ്ങളിപ്പോൾ വണ്ടി എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുന്ന വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും അവർക്കൊരു ഉപകാരം, ആർക്കെങ്കിലും ഒരു ഗുണം കിട്ടിക്കോട്ടെ അല്ലേ? ഒരു ഉപകാരം ചെയ്യുക. അപ്പോൾ അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്തേക്ക്. അപ്പോൾ ഏറ്റവും വില കുറച്ച് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം, നിങ്ങൾ 10 രൂപ കൂടുതൽ കൊടുത്താലും നല്ല വണ്ടി എടുക്കുക. ലാഭം നോക്കിപ്പോയാൽ 10 രൂപ 50 രൂപ. ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസോ അല്ലെങ്കിൽ കിലോമീറ്റർ ടാമ്പർ ചെയ്തോ വണ്ടികളൊന്നും നമ്മളിവിടെ കൊടുക്കുന്നുണ്ടോ? ഫ്ലഡും ടോട്ടൽ ലോസും പണ്ടേ ഇല്ലല്ലോ. ഇല്ല, അങ്ങനെയുള്ള ഒരു വണ്ടികൾ നമ്മളിവിടെ ഗ്യാരണ്ടി ആണ്. നമ്മൾ ഓൾമോസ്റ്റ് 2-3 കൊല്ലം ഇവിടെ വീഡിയോ ചെയ്യുന്നതാണ്. എല്ലാ മാസവും ചെയ്യുന്നതാണ്. 2023 500+ വണ്ടി നമ്മുടെ വീഡിയോയിൽ മാത്രം ഇവർ വിട്ടിട്ടുണ്ടാവും. അല്ലെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് പേരെ സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് കൂടുതലെന്ന് പറയുന്നത് ചെറുവണ്ടികൾ കുറച്ച് മാക്സിമം വില കുറച്ചിട്ട് വേഗം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ട്രസ്റ്റ് വാല്യൂവിലെ രണ്ടാമത്തെ എപ്പിസോഡിൽ എല്ലാം ചെറുവണ്ടികളാണ്. സോൽബ്രോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുവിധം എല്ലാ വണ്ടികളും വലുത് കാണിച്ചു. എല്ലാ ബഡ്ജറ്റിലുള്ള വണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ചത്. രണ്ടാമത്തെ എപ്പിസോഡിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ വണ്ടികൾ, അത് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ലോ ബഡ്ജറ്റ് വണ്ടികൾ വിത്ത് മാക്സിമം വില കുറച്ചിട്ട്. അങ്ങേയറ്റം വില കുറച്ചിട്ട് ഈ വിലക്കൊക്കെ എനിക്ക് ഒന്നും വേറെ എവിടെ കിട്ടാൻ സാധ്യതയില്ല അല്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, തുടങ്ങാം. നമുക്കൊന്ന് പേരും വെയിലാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ എടുത്തു പോവാം. അതുകൊണ്ട് സാറ് കൊടയിൽ ഞാൻ കൊടയില്ലാതെ. അൾട്രോസ് ആണ്. അൾട്രോസ് ഒരു കിഡിലൻ സാധനമാണ്. അലോയിൽ സെപ്പറേറ്റ് ഏകദേശം ഒരു 35,000 അലോയിൽ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിലേക്ക് പ്രത്യേകത ഉണ്ടോ? എന്താ ഈ വണ്ടിക്കകത്ത് ഡീസൽ ഒഴിച്ചാൽ മാത്രമേ ഓടുള്ളൂ. അതെ, കാരണം ഇത് ഡീസൽ വണ്ടിയാണ്. സാധാരണ പെട്രോൾ വണ്ടിക്ക് പിന്നെ 21 XT ഡീസൽ വണ്ടി. 21 തുടങ്ങിയപ്പോ തന്നെ ചളി. 2021 ആൾട്രോസ് XT ഡീസൽ. XT എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ അല്ലേ? XT എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്. ഏറ്റവും ഫുള്ളിന് താഴെ വരും. ശരി, ഇതിൽ ഗുണം എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ മൈലേജാ ഉറപ്പായിട്ടും. പിന്നെ 90 ഡിഗ്രി ഡോർ ഓപ്പണിംഗ് എല്ലാം ഉണ്ട്. എന്താണില്ലാത്തത്? ഈ ബോഡി തന്നെ കണ്ടില്ലേ, നല്ല സ്ട്രോങ് ആണ് സാധനം. നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഡിസൈനും ആണ്. അതെ അതെ അതെ. ഇത് 21 4 മാസം ഇറങ്ങിയ വണ്ടി. കിലോമീറ്റർ വെറും 60,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ് ബുക്ക് എല്ലാ സാധനങ്ങളും നമ്മളെ കയ്യിലുള്ള വാഹനം. വിലയും കൂടി കേട്ടെ. വില നമ്മൾ 6 lakh rupees ആയിരുന്നു നമ്മുടെ ചോദ്യം. അത് കുറച്ച് കൂടുതലാണോ? അപ്പൊ 50,000 രൂപ 5 ലക്ഷം രൂപ എടുത്തുണ്ടോ? അത് കൊള്ളാം. അതായത് 21 വണ്ടിയാണ് ഡീസലാണ്. എത്ര 50,000 രൂപ ഒരു 5.25 കൊടുക്കുമോ? 5 ലക്ഷം രൂപ ഫുൾ ലോൺ തരും. അത് ഉറപ്പായിട്ടും തരും. ചെക്ക് ചെയ്തെടുത്തോളാം. നല്ല ക്ലീൻ വണ്ടിയാണ്. അടുത്തത് 2014 പഴയ പുലി. 14 വാങ്ങാനല്ലേ? 14 പഴയ പുലി. കിലോമീറ്ററോ? വേറെ 56,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ലെക്സിയാണ്. അതായത് AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ വിൻഡോ ഉണ്ടാവുള്ളൂ. അതെ, നമ്മുടെ ഈ വണ്ടി 2.25 ലക്ഷമാണ് ചോദിച്ചത്. 25,000 ഓഫർ ഉണ്ട്. 2.5 ലക്ഷം രൂപ കൊടുക്കാം. മോശമൊന്നുമില്ല. 14 വണ്ടിക്ക് 2.5 ചോദിക്കണ്ടേ? ഇന്ന് കിലോമീറ്റർ 56,000 ഓടിയിട്ടുള്ളൂ. വൃത്തിയുള്ള വണ്ടിയാണ്. അത് മെയിനായിട്ട് പറയേണ്ടത് അതാണ്. 2,50,000 രൂപയ്ക്ക് 2014 വണ്ടി LX എടുത്തുകൊണ്ട് പോകാം. ഐറ്റനോ 17 ഐറ്റൻ മാഗ്ന. അത്യാവശ്യം എല്ലാ ഓപ്ഷൻസും ഉണ്ട്. മാഗ്ന എന്ന് പറയുമ്പോൾ അന്ന് വാരിക്കോരി ഹുണ്ടായി ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുമായിരുന്നു. ഒരുപാടൊന്നും ഇല്ല. AC പവർ സ്റ്റിയറിംഗ്, ഫോർവേഡ് പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ് അത്രയും വരും. റിയർ അഡ്ജസ്റ്റ്മെന്റ് മിറർ വരും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മാഗ്നയ്ക്കകത്ത് അത്യാവശ്യം പിന്നെ ഇല്ല അതില്ല. ഇതിപ്പോ നമുക്ക് വില എത്രയാ? നമുക്കിതേ
3 ലക്ഷം രൂപ നമ്മുടെ ചോദ്യം. 40 ഓഫർ വെച്ച് 260 2017 വണ്ടി ഫുൾ ഓണില് മേളിൽ കിട്ടും. എന്നാലും ഫുൾ ഓൺ കൂട്ടിക്കും. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? നല്ല വൃത്തിയുള്ള സാധാരണക്കാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന വണ്ടിയാണ് കേട്ടോ. വലിയ മോഡൽ താഴത്തല്ല 17 വണ്ടിയാണ്. അടുത്തത് നമ്മുടെ ഇത് i10 നിയോസ് ആണ്. അതായത് ഇത് നല്ല കിടിലൻ സാധനം കേട്ടോ. i10 സ്പോർട്സ് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2020 ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അത് 80 ആണ് വണ്ടി. ഇത് 20 മോഡലാ? 20 മോഡൽ. ഓക്കെ. ഈ വണ്ടി കിലോമീറ്റർ 24,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, റീപ്ലേസോ കാര്യങ്ങളൊന്നും തന്നെയില്ല. വണ്ടി പക്ക വണ്ടിയാണ്. നല്ല ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അലോയ്സ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. 5,80,000 രൂപ വണ്ടി. 40 ഓഫർ ഉണ്ട്. നമുക്ക് 5,40,000 രൂപ എടുക്കാം. അതൊട്ടും കൂടുതലാന്ന് പറയാനില്ല. ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ? അതെ. നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ സിറ്റി ഡ്രൈവിനൊക്കെ പറ്റിയ നല്ല കിടുകാച്ച ഒരു കൊച്ചു സെഗ്മെന്റ്. 540 ഓട്ടോമാറ്റിക് വണ്ടി 2020 എടുത്തോണ്ട് പോവാം. 20 എടുത്തോണ്ട് പോവാം. കിവിഡ് വന്ന് 2017 RXL വണ്ടി. RXL വണ്ടി. കിലോമീറ്റർ 60,000 കിലോമീറ്റർ. 60 അല്ലേ? 2.5 ലക്ഷം രൂപ കിട്ടുന്ന വണ്ടിക്ക് 30,000 നമ്മൾ ഈ മാസം കുറച്ചിട്ടുണ്ട്. 2,20,000 കസ്റ്റമറിന് ഫുൾ ഓണിൽ എടുത്തോണ്ട് 2,20,000 രൂപയ്ക്ക് 2017 വണ്ടി എടുത്തോണ്ട് പോകാം. ഫുൾ ഓണിൽ കിട്ടുമോ? അത് വേറെ എവിടെയൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ അറിയില്ല. 2025 കിട്ടും. പുത്തൻ വണ്ടി, പുത്തൻ വണ്ടി. എന്തിനാണ് ആൾക്കാർ എടുക്കുന്നത്? ഇത് വെറും 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്താ കഥ നോക്കി? 25 വെറും 3000 കിലോമീറ്റർ ഓടി ന്യൂ ഷേപ്പിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഈ വണ്ടിക്ക് ഭയങ്കര ഒരു കഥയുണ്ട്, സമയമില്ല, പിന്നെ പറഞ്ഞുതരാം. ചുരുക്കി പറ എന്തായാലും. ഇത് RXT ഓപ്ഷൻ വണ്ടിയാണ്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടി. 1 ലിറ്റർ ആണ് വണ്ടി. അതായത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അതുപോലത്തെ എല്ലാ സാധനം. മറ്റേ മാപ്പ്, സ്റ്റീരിയോ 10 ഇഞ്ച് മാപ്പുള്ള മാപ്പ് ഇത് വരും, സ്റ്റീരിയം വരും. 10 ഇഞ്ച് സ്ക്രീൻ. അതെ. ഇതിന്റെ വില പറ. ഇത് 5 ലക്ഷം രൂപ നമ്മുടെ ചോദ്യം. 40 രൂപ കുറച്ച് നമുക്ക് 460 തരാം. ഒരു കുഴപ്പമില്ല. 25 വണ്ടി, അത് 3000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? മാനുവൽ 7 രൂപയോളം വണ്ടിക്ക് വിലയുണ്ട്. 480 ഒട്ടും കൂടുതൽ. 460. 460. ഓ 460 ആണല്ലോ അല്ലേ? സോറി, അടിപൊളി. നല്ല കേട്ടോ. ഇതാണെങ്കിലോ? ഇത് കിഡിന്റെ ക്ലിംബർ എന്ന വേരിയന്റ് ആണ്. ക്ലൈംബർ ആണ്. 2018 വണ്ടിയാണ്. ഇത് RXT 1 ലിറ്റർ അല്ലേ? ഇത് RXT 1 ലിറ്റർ ആണ്. 60,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. നമ്മളിവിടെ 3 രൂപ ചോദിച്ചിരുന്നായിരുന്നു. നമുക്ക് 40,000 ഓഫറിൽ 2,60,000 കൊടുക്കാം. 260 നല്ല അടിപൊളി വണ്ടി. അടുത്ത കിട്ടുന്ന പറയുന്ന 2017 RXT ഓപ്ഷൻ വണ്ടിയാണ്. 37,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. 290 വെച്ച് 40,000 ഓഫറിൽ 2.5 ലക്ഷം രൂപയ്ക്ക് 17 കിറ്റ് എടുത്തോണ്ട് പോകും. 17 കിറ്റ് 2.5 ലക്ഷം രൂപ. എന്താ വ്യത്യാസം ഇപ്പൊ മറ്റേതുമായിട്ട്? ഏതോട്ട്? അവിടെ വേറെ 17 എന്തോ നമ്മൾ 220 കാണിച്ചില്ല. അത് 220 അല്ലേ? ഇത് 2.5 രൂപ അല്ലേ? ഇത് RXT ഓപ്ഷൻ, അത് RXL. ഓ ശരി. അത് RXL ആയിരുന്നല്ലോ അല്ലേ? ഇത് RXT ഓപ്ഷൻ. കിലോമീറ്റർ 37,000, അത് 60,000 കിലോമീറ്റർ. അതാണ് വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അതെ. അടുത്തത് സെലറിയോ. ഇത് സെലറിയോ. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത? ഇതിന് ഗിയർ അല്ല, ഓട്ടോമാറ്റിക് ആയി വണ്ടി. AMT ആണ്. 2022 AGS ആണത്. AGS വണ്ടി ZXi വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടി അല്ല, ഏറ്റവും ടോപ്പ് പ്ലസ് വരും. ഫുള്ളിന്റെ തൊട്ട് താഴെ വരും. ഫുള്ളും താഴെ. ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ലെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം ഉണ്ട്. 2022 വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഈ വണ്ടി ഞാൻ ഓടിച്ച് ഞെട്ടിപ്പോയി. വണ്ടി ഭയങ്കര മൈലേജ് ആ വണ്ടി. എത്ര കിട്ടും? നല്ല മൈലേജ് ഉണ്ട്. എത്ര കിട്ടും? എങ്ങനെയാലും ഒരു 18-20 മൈലേജ് ഉണ്ട്. 15-16 എന്തായാലും കിട്ടും. 20 മൈലേജ് ഉറപ്പായിട്ടുണ്ട്. ഹൈവേ ഉണ്ട്. അപ്പൊ ഈ വണ്ടി അത് മാത്രം ലാഗോ കാര്യങ്ങളോ വണ്ടി നല്ല സുഖമായിട്ട് ഓടിച്ചു നോക്കണം. ബോഡി ക്വാളിറ്റി ഉണ്ടല്ലോ, ഒക്കെയാണ് വണ്ടി. ഈ വണ്ടി നമ്മൾ 6,20,000 ഇട്ടിരുന്നാണ് 50 രൂപ ഓഫർ നമുക്ക് 5,70 കൊടുക്കാം. 5,70. 2022 വണ്ടി അല്ലേ? 22 ഓട്ടോമാറ്റിക്. 5 രൂപ ലോണും കിട്ടും. അടിപൊളി. ഒരു 20,000 രൂപ പറയുന്നത് ശ്രദ്ധിച്ചേട്ടോ. ഒരു 20,000 രൂപ നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് ഈ വണ്ടി നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടു അല്ലേ? സിവിലും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ. ഇത് പഴയ ഷേപ്പ്, പഴയ പുലി. 2020 സെലറിയോ ZXi ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഇതാണ് ഓപ്ഷനിൽ 2 എയർ ബാഗും ABS-ഉം സ്റ്റിയറിംഗ് കൺട്രോളറും എല്ലാ സാധനവും. ഓട്ടോമാറ്റിക് വണ്ടി. 20 മോഡൽ ഓട്ടോമാറ്റിക് എന്താ വില? ഇത് 5 lakh നമ്മളെ ചോദ്യം. 35,000 നമുക്ക് ഡിസ്കൗണ്ട്. 465 ഈ വണ്ടി ഒറ്റ റീപ്ലേസിലെ സിംഗിൾ ഓൺ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വിലയില്ലേ അല്ലേ? 20 ഓട്ടോമാറ്റിക് അല്ലേ? 20 ഓട്ടോമാറ്റിക് അല്ലേ? 460 മോശമൊന്നുമില്ല. ഇത് മാക്സിമം ഫുൾ ഓൺ തന്നെ. ഫുൾ ഓൺ നിങ്ങൾക്ക് കയറ്റി തരാം. പിന്നെ ഇനി എന്താ വണ്ടി അല്ലേ? നല്ല അടിപൊളി വണ്ടി. ജിമ്മിനി കിടക്കണുണ്ടോ? ജിമ്മിനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നല്ല പുത്തൻ ടയറൊക്കെ ഉണ്ട് കേട്ടോ. അത് വേണേൽ കയറി കണ്ടോളൂ. അടുത്ത കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ വരുവാണെങ്കിലേ ബാക്കോട്ട് വരുമ്പോൾ കുറച്ച് ഇയോൺ 4 ഉണ്ടല്ലോ. ഇയോൺ കുറെ കിടപ്പുണ്ട്. നല്ല രീതിയിൽ പോകുന്ന വണ്ടികളാണ്. ഇതിപ്പോ ഏതാ മോഡൽ? ഈ വണ്ടി ഒരു 2018 ഇയോൺ എറാ പ്ലസ് വണ്ടി. 62,000 കിലോമീറ്റർ. 2,60,000 ചോദിച്ചുകൊണ്ട് 2,40 25,000 ഓഫ് 2,40 ഏറെക്കുറെ 2 ലോണും ചെയ്ത് നിങ്ങൾക്ക് 40,000 ഡൗൺ പേയ്മെന്റ് വേണ്ടി. 18 എറാ പ്ലസ് 2,40 അല്ലേ?
40,000. അടുത്തത് റെഡോ 15 ഇയോൺ മാഗ്ന ഓപ്ഷൻ. നമ്മുടെ മാൻട്രേക്ക് അല്ലേ? 1000 cc വണ്ടി. നമുക്ക് ഇത് 2 രൂപയ്ക്ക് കൊടുത്തേക്കാം. 2 lakh rupees. പേപ്പർ എല്ലാം ഫുൾ റെഡി ആയിട്ടുണ്ട്. 2 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓൺ. 15 വണ്ടി 1000 cc. വർത്താനം കേട്ട 15 വണ്ടിക്ക് വല്ല വില കുറവാന്ന് തോന്നുമല്ലോ. 1000 cc 2 ലക്ഷം രൂപ അത്യാവശ്യം. 1000 cc വണ്ടി നീ എനിക്ക് കാണിച്ചു. വണ്ടി കുറവാണ്. വണ്ടി ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ നോക്കി എടുത്തോളൂ. ഇനി അടുത്ത ഇതോ 18 ഇയോൺ എറാ പ്ലസ്. 40,000 കിലോമീറ്റർ. 40 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി, ഗ്രേ കളർ. 260 ചോദിച്ചിരുന്ന വണ്ടി 20 രൂപ ഓഫർ 240. 240 2 ലക്ഷം രൂപ ലോണും കിട്ടും. 40 രൂപ ഡൗൺ പേയ്മെന്റ് കൊണ്ടുവന്ന് വണ്ടി അടിപൊളി. 240 നിങ്ങൾക്ക് അല്ല 240 നിങ്ങൾക്ക് 2018 വണ്ടി അല്ലേ? അതും ക്വാളിറ്റി ഉള്ള വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 2013 മോഡൽ ഇയോൺ എറാ പ്ലസ്. 13 എറാ പ്ലസ് 65,000 കിലോമീറ്റർ. 1,60,000 ജെന്യൂൻ സിംഗിൾ ഓണർ വണ്ടി. അതെ അല്ലേ? പിന്നെന്താ വണ്ടി ക്വാളിറ്റി ഉണ്ട്. ബോഡിയൊക്കെ നോക്കിയാൽ മതി. 160 ചോദിച്ചുണ്ട് 20 രൂപ ഓഫർ 140,000. 1,40,000 രൂപയ്ക്ക് 2013 വണ്ടി. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? 15 ആൾട്ടോ 800. 15 ആണ്. 80,000 കിലോമീറ്റർ. 2.5 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ട് 35,000 ഓഫർ 185 വരാം. 185 2015 വണ്ടി അല്ലേ? 15 വണ്ടി 185. അത് ഫുൾ ഓണും കയറും കേട്ടോ. അതെ അതെ അതെ. ഇതാണെങ്കിലോ ഇത് പെട്രോൾ ഫിഗോ ആണ്. 2015 മോഡൽ ട്രെൻഡ് എന്ന വേരിയന്റ് ആണ്. 60,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 60 ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി നമ്മൾ 290 ഇട്ടിരുന്നതാ. നമുക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് ഫൈൻ കൊടുക്കാം. 2,65,000 ഓഫർ. അടിപൊളി. ഇതിനപ്പുറം എന്ത് വേണം? 260 അല്ലേ? 2,25,000 രൂപ കൊടുക്കാം. ഈ വണ്ടി മോഡൽ 2015 വണ്ടി 225. ഏത് വണ്ടി കിട്ടും? പെട്രോൾ ഫിഗോ. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അടുത്തതായിട്ട് ടിയാഗോ. കഴിഞ്ഞ വട്ടമുള്ള ടിയാഗോ മൊത്തം പോയിട്ടാ. ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആയത്. 2018 മോഡൽ 56,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. വിലയോ നമ്മൾ 4.5 രൂപ ചോദിച്ചിരുന്ന വണ്ടി ഇപ്രാവശ്യം 35,000 ഓഫർ 390 എടുത്തോണ്ട് പോവാം. 3,90,000 രൂപയ്ക്ക് 2018 ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആലോചിക്കണം. ഓട്ടോമാറ്റിക് ആണ്. അടുത്തത് ഇതോ ഫിഗോ. ഈ വണ്ടി ഫിഗോ ഏതാ മോഡല്? 2010 മോഡല്. ഫോർഡ് ഫിഗോ ടൈറ്റാനിയം ഡീസൽ. ആണോ പെണ്ണാണോ നോക്കിയതാ? അല്ലല്ല, ഇത് മോഡൽ കറക്റ്റ് ചെയ്ത് നോക്കിയതാ. ഫിഗോ ടൈറ്റാനിയം ഡീസൽ വണ്ടി 2010. പേപ്പർ എല്ലാം എടുത്ത് 5 വർഷത്തെ പേപ്പർ ഉണ്ട്. എന്തൊരു കൊടുക്കും? നമുക്കിത് 120 ചോദ്യം 20 രൂപ ഓഫർ 1 രൂപയ്ക്ക് കൊണ്ടുപോയിക്കാം. 1 ലക്ഷം രൂപയ്ക്ക് 2010 പുതിയ പേപ്പറിൽ 5 വർഷത്തെ പേപ്പറിലുള്ള വണ്ടി അല്ലേ? കൊണ്ടുപോയി. ഡീസലാണ്. അടുത്തത് ഇതാ 2012 വണ്ടി. 12 ആണ്. ഇതും 120 ഏറെക്കുറെ ഓടിയിട്ടുണ്ട്. EX എന്ന വേരിയന്റ് ആണ്. നമുക്ക് ഇതും 1 ലക്ഷം രൂപ കൊണ്ടുപോയിക്കാം. 1 ലക്ഷം രൂപയ്ക്ക്. ഇത് 10, ഇത് 12 അല്ലേ? ഇത് 1 ലക്ഷം, ഇത് 1 ലക്ഷം. 1 ലക്ഷം രണ്ടും 1 ലക്ഷം രൂപയ്ക്ക് എടുക്കാം. അടുത്തത് ഒരു 2017 മോഡൽ അമേസ് ഡീസൽ വണ്ടി. 17 അമേസ് ഡീസൽ വണ്ടി. 80,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. സെക്കൻഡ് ഫേസ് വണ്ടി. 4 ലക്ഷം രൂപ ചോദ്യം 25,000 ഓഫർ 4.5 ലക്ഷം രൂപ എടുത്തുണ്ട്. 4,25,000 ചെവി പോയിട്ടുണ്ട്. ഏറെക്കുറെ നമുക്ക് ഫുൾ ഓണം കിട്ടി. ഒരു ഗ്ലാസ് പോയിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ് പോയോ? ഒന്ന് വെച്ച് കൊടുക്കണേ. അത് വെച്ച് കൊടുക്കാം, അതൊക്കെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ കോമ്പാക്ട് എസ്യുവിയിൽ 2 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്തതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നൂടെ കാണിച്ചു വിടാം അല്ലേ? കാണിച്ചു വിടാം. 2015 മോഡൽ ലോഡ്ജിയാണ്. RXZ ആണ് വണ്ടി. നമ്മൾ 120 ഓടിയിട്ടുണ്ട്. 4.5 രൂപ ചോദ്യം ഉണ്ട്. നമുക്ക് 75,000 ഓഫർ 3,50,000 രൂപയ്ക്ക് ഒരു 7 സീറ്റ് വണ്ടി. 2015 മോഡൽ ഡീസൽ വണ്ടി. ഡീസൽ 7 സീറ്റർ. അടിപൊളി. അതുപോലെ തന്നെ XUV ആണെങ്കിലോ? XUV 2016 W8 ആണ് വണ്ടി. 16 ഫുൾ ഓപ്ഷൻ അല്ലല്ലോ, ഫുള്ളിന് തൊട്ട് താഴെ. ഫുൾ ഓപ്ഷൻ അല്ലേ W8 എന്ന് പറയുമ്പോൾ? അല്ല, W10 ഒക്കെ വന്നു. W10 ഉണ്ട്. എനിക്ക് ഓട്ടോമാറ്റിക് ആണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ W8 വണ്ടി 90,000 കിലോമീറ്റർ 8.25 ലക്ഷം ചോദ്യം. 8.25 ലക്ഷം രൂപ ചോദ്യം 75,000 രൂപ കുറച്ച് നമ്മൾ 8 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കുക. 8 ലക്ഷം രൂപ കുറയൂലേ റേറ്റ്? കുറേ. ഇത് കസ്റ്റമർ വണ്ടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ വലുതായിട്ടൊന്നും പറയാത്തത്. ഡയറക്റ്റ് സംസാരിച്ചാണെങ്കിൽ കുറയ്ക്കാം. മാക്സിമം നിങ്ങൾ പരമാവധി കുറച്ച് കൊടുക്കണം. തീർച്ചയായിട്ടും. അടുത്തത് നമ്മുടെ ഇത് K-യുടെ K8+ എന്ന് പറഞ്ഞിട്ട് ഡീസൽ വണ്ടിയാണ്. അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. 60,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഡീസൽ വണ്ടി. 25 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ? അതെ, നല്ല മൈലേജ് കിട്ടും. അത്യാവശ്യം 6 പേർക്ക് ഇരുന്ന് പോകും. 6 സീറ്റർ എന്ന ഈ വണ്ടിക്ക് പറയുന്നത്. 4 ലക്ഷം രൂപ ചോദിക്കുന്ന വണ്ടിക്ക് 50,000 ഓഫർ 3.5 ലക്ഷം രൂപയ്ക്ക് ഏറെക്കുറെ 3 ലക്ഷം രൂപ ലോണും പാസ്സാവും. 50 രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ടുണ്ട്. അതെ, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ 2 വണ്ടി കൂടി കാണിച്ചു തരാം. ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ഒരു നെക്സോൺ ആണ്. ന്യൂ ഷേപ്പ് വണ്ടി. 2020 വണ്ടി. ഓറഞ്ചും അല്ല റെഡും അല്ലല്ലോ. ഇതൊരു പ്രത്യേക കളർ. ഞാൻ നോക്കിയിട്ടുണ്ട്. ഇതൊരു കാൻഡി റെഡ് എന്ന് അങ്ങനെ എന്താണ് അവർ ഇതിന് പറയുന്നത്. നല്ല നീറ്റ് വണ്ടിയാണ്. അതെ. അപ്പോൾ ഈ വണ്ടി വന്നിട്ട് 2020 വണ്ടി XZ ആണ് വണ്ടി.
അന്നിറക്കി അവർ ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. വണ്ടി കൂടെ ഉണ്ട്. XZ ആണ് ഈ വണ്ടി. 60,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി. നമ്മൾ 6.5 ലക്ഷം രൂപ ചോദിച്ച വണ്ടി 50,000 രൂപ മാസം ഓഫർ 6 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 6 ലക്ഷം രൂപയ്ക്ക് 2020 വണ്ടി നിങ്ങൾക്ക് ഏറെക്കുറെ ഫുൾ ഓണം തരാം ഈ വണ്ടി. അടിപൊളി. അപ്പൊ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് വണ്ടി വെർണ SX ഡീസൽ 2017 ഡീസൽ വണ്ടിയാണ്. 17 ഡീസൽ അത്യാവശ്യം നല്ല സെഡാനിൽ നല്ല ക്ലീൻ വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കായംകുളം രജിസ്ട്രേഷൻ ഇരിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി. 70,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് 1.6 SX ഡീസലാണ് വണ്ടി. വില വന്നിട്ട് നമ്മൾ 6 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി നമുക്ക് 35,000 ഓഫർ 5,60,5,000 രൂപയ്ക്ക് ഏറെക്കുറെ 5.5 ലക്ഷം ലോണും കിട്ടും. 17 മോഡൽ ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. 17 ഡീസലില് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ കിഡിലൻസ് ആണ് അല്ലേ? 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒന്നുമില്ല 1.6 ഡീസൽ. കുറെ വണ്ടികൾ കാണിച്ചു അല്ലേ? മാക്സിമം ഡിസ്കൗണ്ടിൽ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം. നല്ല വെയിലുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്റെ സംസാരത്തിലൊക്കെ കുറച്ച് ക്ഷീണം തോന്നുന്നത്. അതെ, അത് നന്നായി എന്തായാലും. അപ്പൊ എന്താ ഇത്രയും വണ്ടികൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് കാണിച്ചു. സൂര്യബ്രോന്റെ അടുത്ത് നമ്പർ വെച്ചിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ വണ്ടി എടുക്കാം കേട്ടോ. സൂര്യബ്രോ, അപ്പൊ നമുക്ക് 2 വണ്ടി കൂടി കാണിച്ചു കൊടുക്കാം. ഒരു ബലേനോ ആണ്. ഇത് മോഡൽ 2017 മോഡൽ ബലേനോ ഡെൽറ്റ ആണ്. 17 ഡെൽറ്റ പെട്രോളാ? പെട്രോൾ വണ്ടി 40,000 കിലോമീറ്റർ ഓടി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ജെന്യുവിൻ ആണോ? ജെന്യുവിൻ കിലോമീറ്റർ സർവീസ് ഉള്ളതാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കാം, നമ്പർ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം ഈ വണ്ടി വന്നിട്ട് നമ്മൾ 5.5 ലക്ഷം രൂപ ചോദിച്ചിരുന്ന വണ്ടി 70,000 ഓഫർ 4,80,000 രൂപ എടുക്കാം. 4.80 2017 വണ്ടി അല്ലേ? 17 ഡെൽറ്റ വണ്ടി. ഡെൽറ്റയാണ്. നല്ല റെഡ് കളർ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ. ക്വാളിറ്റി ഉള്ള വണ്ടി. അതുപോലെ തന്നെ ഈ വണ്ടിയാണെങ്കിൽ അടിപൊളി ഒരു മാഗ്ന ഐട്ടൺ ആണ്. അടിപൊളിയാണോ? ഐട്ടൺ ഗ്രാൻഡ് ആണ്. സെറ്റ് വണ്ടിയാണ്. മോഡലോ? ഇത് 2015-16 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 15-16 ഡീസൽ അല്ലേ? ഡീസൽ വണ്ടിയാണ് ഈ വണ്ടി. അതാണ് 15 അല്ല 16 രജിസ്ട്രേഷൻ 15 അല്ല 2016-17 ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റർ കുറവാണ്, 70 ഓടിയിട്ടുള്ളൂ. നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വാഹനം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സർവീസും കാര്യമെല്ലാം കഴിഞ്ഞു. ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് തന്നെ എടുക്കാം. ശരി, എന്താ വില? ഈ വണ്ടി നമുക്ക് 3,25,000 രൂപ കൊടുക്കാം. 3,25,000 2016 വണ്ടി അല്ലേ? 16 വണ്ടി. ഓക്കെ, അപ്പൊ ആൾക്കാർ വേണം നോക്കിക്കോ. അതായത് നമ്മുടെ ഐട്ടൺ ഡീസലാണ്, നല്ല മൈലേജ് ഉള്ള വണ്ടി. നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. മാക്സിമം വില കൊടുക്കണേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാല്യൂലെ 2ാമത്തെ എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച എല്ലാം ചെറുവണ്ടികളല്ലേ? ഈ വണ്ടിയൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തോണ്ട് കയറി കണ്ടോ, ഫസ്റ്റ് എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് SUV വണ്ടികൾ ഫസ്റ്റ് എപ്പിസോഡ് കാണിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? വൈൻഡപ്പ് ചെയ്ത് നമ്മൾ ധാരാളം വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. അപ്പം മാക്സിമം ലോൺ വേണ്ടവർ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ലോണിന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം കാണിച്ച ചെറിയ വണ്ടികളാണെന്ന് വിചാരിച്ചിട്ട് മോഡൽ കുറഞ്ഞ വണ്ടികളല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാക്സിമം ഫുൾ ലോൺ ഒക്കെ കിട്ടാൻ നല്ല വീഡിയോകളാണ്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് വൈൻഡപ്പ് ആണ്. നല്ല വണ്ടി വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. എടുത്തെടുത്ത് പറയുന്നു, നല്ല വണ്ടി വേണ്ടവർ മാത്രം കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും